ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ ഇടുക്കി പീരുമേടെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ എത്താറായി. നമ്മൾ ബസ്സിൽ വന്ന സമയത്ത് നമ്മൾ ബസ്സുകാരൊക്കെ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷെ അവർ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ബ്ലോഗൊക്കെ എടുക്കുന്നു പറഞ്ഞപ്പോഴത്തെ അവർ നമ്മുടെ ഭയങ്കര കാര്യം. ഇറങ്ങുന്ന സമയത്ത് അവരുടെയും ബസ് കൂടെ ഒന്ന് കാണിക്കണമെന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷെ അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇതാണ് ഗൈസ് അവരുടെ ബസ്. അപ്പോൾ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കണം ഗൈസ്. ഈ റൂമിലോട്ട് പോണം. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാനിത് നമ്മളെ റൂമിലോട്ട് കയറണം. മറ്റന്നാണ് കല്യാണം, നാളെ ഗൈസ് പൊടിയാളം അപ്പുറത്ത് നിൽക്കണം. വണ്ടി എടുത്തോണ്ട് കാണിച്ചു തരാം. ഹായ് ദേ അമ്മയും പീക്കറി. അപ്പൊ ഗൈസ് റൂമിലോട്ട് പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ റൂമിൽ വന്നു. ഇതാണ് ഞങ്ങളെ റൂം. ടി വി ഒക്കെ ഉണ്ട് ഗൈസ്. ടി വി ഇവിടത്തെ ലൈറ്റ് ഇവിടെ ബസ്സിൽ വന്നതുകൊണ്ട് നല്ല കാറ്റായിരുന്നു. അടിപൊളി സ്ഥലമൊക്കെ തന്നെ ഗൈസ്. അപ്പോൾ മുടിയെല്ലാം കുറവായി. ഇങ്ങനെ ഫ്രഷ് ആവണം. ഫ്രഷ് വെള്ളമൊക്കെ വരുപടി ഒന്ന് ഫ്രഷ് ആവണം ഗൈസ്. ഓക്കേ അപ്പോൾ ഗൈസ് എന്തുവാടേ കൊച്ചാലമ്പാണ് ഗൈസ്. വളരെ അലപ്പാണ്. ഗൈസ് അവിടെ ഒരു റൂം, എൻ്റെ അടുത്തൊരു റൂം, ഇതൊരു റൂം. അങ്ങനെ മൊത്തം 3 റൂമാണ് ഗൈസ്. ചുറ്റുപാടൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്തോ ഒന്നിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞോളൂ. ഇതിൻ്റെ മുകളിലാണ് കല്യാണ മണ്ഡപം. കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ വീട്. ഇന്ന് ഈ വീട്ടിൽ താമസിക്കാം. വലിയമ്മയും കൂടെ ഉള്ളു. ഗൈസ് ചായ കുടിക്കണം ഗൈസ് എല്ലാരും. പറ്റിയ സാധനം എടുത്തോണ്ടിരുന്നു. ഗൈസ് ഇവിടുത്തെ സീനറിയാണ് ഗൈസ്. രാത്രിയായ വലിയ വെട്ടമൊന്നും ഇല്ല ഗൈസ്. പക്ഷേ ഈ സൈഡിൽ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതാരെണീറ്റത്? കണ്ണപ്പ എണീറ്റ? ഗുഡ് മോർണിംഗ്. ചക്കൂസ് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. ചക്കൂസ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ചായയൊക്കെ റെഡി. രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഓട്ടവും ചാട്ടവും ഒക്കെ. ഇതൊരു വീരപ്പൻ 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 വീരപ്പൻ. ഹലോ നീയല്ലേ പടപ്പിച്ചത്? പടക്കാൻ പറഞ്ഞു. എനിക്ക് 2 വയസ്സ്.
എങ്ങോട്ട് വയ്യ ആഹാരം എല്ലാം അയച്ച് പോയിട്ടുണ്ട്. റൂമിന്റെ അവിടെ നിന്ന് ഫോൺ ചെയ്യും. അവ എവിടെ ഓർഡർ കടയിൽ ഓർഡർ എന്തു പൊന്നാ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ നമ്മളെ മണ്ഡപത്തിൽ നിന്നും നമ്മൾ പെണ്ണ് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ നമുക്കിൻ്റെ വണ്ടി വരും, ഇവിടെ ജീപ്പ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ്സില്ല, അപ്പോൾ നമ്മൾ ജീപ്പിൽ പോകേണ്ട പരിപാടിയാണ്. ബാക്കി അവിടെ ചെന്ന് അവിടുത്തെ വിശേഷം. അപ്പൊ ഗൈസ് നമ്മള് വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവാണ്. ദാ എല്ലാരും ഉണ്ട് ഗൈസ്. വണ്ടി കയറിയിട്ട് ബാക്കി വിശേഷം പറയാം. സർ ഗൈസ്, ഇതാണ് കല്യാണം നടക്കുന്ന മണ്ഡപം. ദാ അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഗൈസ്, നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ അടുത്ത് ഉള്ള സ്ഥലമാണ് ഗൈസ് കാണിച്ചത്. ഈ കുന്നിന്റെ മുന്നിലും കണ്ടോ ഗൈസ്. ഗൈസ്, നമുക്ക് പോകാനുള്ള വണ്ടി എത്തി. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ സ്ഥലത്തെത്തി. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഗൈസ്, കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇടുക്കി പരുന്തിൻപാറ എത്തിയിരിക്കുന്നു. അപ്പോൾ പരുന്തിൻപാറ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹായ് ആ കോയ് മാമൻ എപ്പോഴും ഒരു ഹായ് ഒരു ഹോയ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഗൈസ്, അടിപൊളി ഏരിയ. ടി വിയിൽ കണ്ടിട്ടുള്ളത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീലാണ് ഇപ്പൊ. എന്താ ഭംഗി, സൂപ്പർ. അമ്മ അങ്ങോട്ട് പൊയ്ക്കൂടാ അമ്മ. ഹലോ ഗൈസ്, എന്നാ സീനറിയാണ് ഗൈസ്, എന്നാ സീനറിയാണെന്ന് അറിയാമോ കാണാൻ. വല്ലാത്ത ഫീല് തന്നെയാണ് ഗൈസ്. മലകളും കോടമഞ്ഞിറങ്ങുന്ന ഒരു സീനറിയും വല്ലാത്തൊരു ലൊക്കേഷനാണ് ഗൈസ്. നല്ല മിക്ക സിനിമയിലുള്ള ഒരു സീനറിയാണ് ഗൈസ്. പക്ഷെ നമുക്ക് ഇവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞല്ലോ, പക്ഷെ വല്ലാത്ത സ്ഥലമാണ്. നിങ്ങൾ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് ഗൈസ്. കാണണമെന്ന് പറഞ്ഞാൽ മലയും ചരുവും ഒക്കെ വരെ ഉണ്ട്. കാരണം അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പോലും ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. പിന്നെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഗൈസ്. ഇവിടെയൊക്കെ ഒരുപാട് രക്ഷിച്ചുകൾ വരുന്നതിൻ്റെ ഒരുപാട് ആൾക്കാർ നല്ല ബിസിനസ്സും കാര്യങ്ങളും സ്ഥലമാണ് ഗൈസ്. എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് കാണണം ഗൈസ്. വല്ലാത്തൊരു. ഹലോ ഗൈസ്, പരുന്തിൻപാറ ഒരു രക്ഷയില്ല. സീനറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനറിയാണ് ഗൈസ്. അതെന്ന് പറഞ്ഞാൽ വീട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അങ്ങനത്തെ സ്ഥലമാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ് ഇടുക്കി പരുന്തിൻപാറ. അതുപോലെ കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനറി എല്ലാം ഉണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ സ്ഥലം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ നേരെ താഴെയോട്ട് ഇറങ്ങി പോവാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊട്ടക്ഷൻ വണ്ടിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ നേരെ താഴോട്ടാണ് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഗൈസ്. ഡേഞ്ചർ ഏരിയ. സീനറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനറിയാണ് ഗൈസ്. വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്താ എൻ്റെ ഒരു ഗ്ലാമർ, നല്ല പച്ചപ്പും നല്ല. വീണ് കഴിഞ്ഞ ആളെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീണ് കഴിഞ്ഞ ആളെ കിട്ടുന്ന കാര്യം ഡൗട്ടാണ് ഗൈസ്. നമ്മൾ വന്ന വഴിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. സീനറി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സീനറി. പിന്നെ വൈകുന്നേരം കൂടെ കാണാൻ നല്ല ക്വാളിറ്റി ആയിരിക്കും ഒന്ന് കാണാൻ. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കോടമഞ്ഞിൻ്റെ വല്ലാത്തൊരു സിധോ ബേഗി കാണുന്ന സ്ഥലമാണ് നമ്മൾ വന്ന വഴി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ കണ്ടതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഇവിടെ അപ്പുറത്തെ സൈഡിൽ കണ്ടോ നല്ല ലൊക്കേഷനാണ് ഗൈസ്.
അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്, കല്യാണ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വന്നിട്ട് കുറച്ചു നേരം ആവും. നല്ല അടിപൊളി സ്പോട്ടാണ്, എല്ലാം കാണിച്ചു തരാം. എന്റെ കുരുപ്പ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. മാമ നിന്നല്ലേ ഗൈസ്. അപ്പൊ ഗൈസ് ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത് ഉറങ്ങാണ്ട പരിപാടിയാണ്. കൊച്ചാള് കണ്ണൻ എല്ലാരും ഉണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ നല്ല തണുപ്പാണ്. നല്ല കൂളിംഗ് ആണ് ഗൈസ്. വെളിയിലിരുന്നാലും വിയർക്കില്ല. നമ്മളവിടെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്, അറിയാലോ നല്ല ചൂടുണ്ട്. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്, പുറമേയും അകത്തും നല്ല തണുപ്പാണ് ഗൈസ്. സൂപ്പറായിട്ട് ചില്ലായിട്ട് നിൽക്കും. ഓ ഗൈസ്, അപ്പൊ ഗൈസ് ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങള് കിടക്കാനൊട്ട പരിപാടിയാണ്. കാരണം രാവിലെ തുടങ്ങിയ യാത്രയാണ്. അപ്പൊ ദാ രാത്രി 9:30 10 മണിയാവാറായി. അപ്പം ഗൈസ് ചക്കുസുത അപ്പൊ ഗൈസ് പിള്ളേര് ഇവിടെ കിടന്ന് ചട്ടം പിത്തരൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. നമ്മളെ നാട്ടിലുള്ളത് പോലെയല്ല, നല്ല തണുപ്പുണ്ട് ഗൈസ് ഇവിടെ ചുറ്റും. നമ്മളവിടെ അറിയാലോ ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്, പക്ഷെ ഇവിടെ നല്ല കൂളിങ്, പുറത്ത് നല്ല കൂളിങ്, അകത്തും അതേപോലെ നല്ല കൂളിങ് ആണ് ഗൈസ്. ഇവിടെ കിടന്ന് അലമ്പ്, എന്താ അലമ്പാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ രാത്രി 9:30 അപ്പം ഫുഡൊക്കെ കഴിച്ചു, ഇനി കിടക്കാൻ പോവാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അങ്ങനെയായിട്ടാണ് പറഞ്ഞത്. അപ്പം ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ ബൈ.